ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്മി വൈഷസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് നമ്മുടെ കിച്ചുട്ടൻ്റെ ചോറൂണാണ്. എനിക്ക് പോകാൻ പറ്റില്ല, കാരണം കാശിക്കുട്ടനും ചോറ് കൊടുക്കാതെ എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ട് വൈശാഖേട്ടനും അല്ലും തുമ്പിയും കൂടെ പോകാമെന്നുള്ള പ്ലാനിലാണേ. സോ ഇന്ന് സാധാരണ എണീക്കുന്നതിൽ ഇച്ചിരി നേരത്തെ എണീക്കേണ്ടി വന്നു. ഇത് രാവിലെ തന്നെ വൈശാഖേട്ടൻ പോയിട്ട് അമ്മേനെ കൂട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഞാനല്ല, അല്ലൂട്ടനാണ് കേട്ടോ. അല്ലൂട്ടൻ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് വൈശാഖേട്ടൻ്റെ കൂടെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. തുമ്പിമോൾ എണീറ്റിട്ടില്ല, അവർക്ക് രാവിലെ എണീക്കാൻ ചെറിയ മടിയാണ് കേട്ടോ. ചെറിയ മടി എന്ന് പറഞ്ഞിട്ട് അതിന് ചെറുതാക്കണ്ട, കുറച്ചധികം വലിയ മടി തന്നെയാണ്. കാശിക്കുട്ടൻ നല്ല ഓർക്കാണ്, കാരണം രാത്രിയാണ് ഈ മൂപ്പർക്ക് ഡ്യൂട്ടി. രാത്രി കുറച്ച് നേരം കമ്പളിട്ട് കളിപ്പിക്കും. രാവിലെ നമ്മൾ എണീക്കുന്ന സമയം മൂപ്പർ നല്ല ഉറക്കമായിരിക്കും. തുമ്പിമോൾ ഇതാ ഓളെ അമ്മമ്മേനെ കണ്ടപാടും വേഗം പോയി ഒട്ടിയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഉണ്ടല്ലോ, ഓളെ അമ്മ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കുറിയനമ്മ, അതുകൊണ്ട് അവൾക്ക് ഭയങ്കര സേഫ് സോണാണ് അത് കേട്ടോ. ഇതാ വൈശാഖേട്ടൻ അമ്മേനെ കൊണ്ട് വന്ന് വേഗം ഷെടപെടേ എന്നുള്ളൊരു കാക്കക്കുളി ഞാൻ തോന്നുന്നു ഒരു കുളി കുളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കോലം. അപ്പോൾ അമ്മയും ഞാനും കൂടെ ഇച്ചിരി നേരം അവിടെ നിന്ന് കഥ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തുമ്പീനെ അങ്ങോട്ട് ഇറക്കിയിട്ട് കാശിനൊന്നും എടുക്കാന്ന് വെച്ചാൽ നടക്കില്ല. മുപ്പത്തേര് ഇച്ചിരി കുശുമ്പത്തിയാണ്. അങ്ങനെ ഒരു വിധത്തിൽ തുമ്പീനോട് പെർമിഷനൊക്കെ ചോദിച്ചിട്ട് കാശിക്കുട്ടനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ പോയി നോക്കാൻ കേട്ടോ. അപ്പോൾ കാശിയും ഞെളിഞ്ഞ് പിന്നെയും കിടന്ന് ഉറങ്ങുകയാണ്. ഇന്നത്തെ ആക്ച്വൽ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കും കാശിക്കുട്ടനും എന്തായാലും അമ്പലത്തിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് കിച്ചുട്ടന് ഒരു ചോറൂണും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ ഇന്നിപ്പം ചോറൂണ് കിച്ചുട്ടന് ഫസ്റ്റ് ചോറ് കൊടുക്കുന്നത് നമ്മളെ തറവാട്ടമ്പലത്തിൽ വെച്ചിട്ടാട്ടോ. അപ്പോൾ അവിടേക്കാണ് വൈശാഖേട്ടനും മക്കളും കൂടെ പോകാമെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെല്ലാവരും കൂടെ ഇവിടെ വരും. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ പറശ്ശിനിക്കടവ്, കണ്ണൂർ മുത്തപ്പങ്കാവ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അവിടെ ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീലാണ് അവിടെ. പക്ഷേ എന്ത് ചെയ്യാൻ, നമുക്ക് പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവിടേക്കാണ് ഇവർ നെക്സ്റ്റ് പോകുന്നത്. അപ്പോൾ റീനമ്മ നമ്മളെ ഹെയ്സുമോളെ കാണാൻ വേണ്ടിയിട്ട് പോയിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇവിടെ താഴത്തേക്ക് ഇറങ്ങി. അമ്മ രാവിലെ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ, ആര്യമ്പളൂഷമ്മ. ഇനിയിപ്പം രാവിലത്തെ കുറച്ച് പരിപാടികളുണ്ട്. അല്ലൂസും വൈശാഖേട്ടനും കൂടിയാണ് പൊക്കണാത്തേക്ക് പോയിട്ടുള്ളത്, ഞങ്ങൾ തറവാട്ടിലേക്ക് പോയിട്ടുള്ളത്. അമ്മമ്മേനെ കണ്ടപ്പോൾ സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറക്കാന്ന് കേട്ടില്ല, അതുപോലെ അമ്മമ്മേനെ കണ്ടപ്പോൾ തുമ്പിമോൾ എല്ലാം മറന്നു. പിന്നെ ഓള് ഇവിടെ നിന്നിട്ടോ. പിന്നെ അത് മാത്രമല്ല, ഓളെ കുളിപ്പിച്ച് റെഡിയാക്കി വിടുമ്പോഴത്തേ സമയമാവുന്നുള്ളതുകൊണ്ട് പിന്നെ നൈസായിട്ട് ഓളോട് നിൽക്കാനപ്പോൾ അങ്ങ് നിന്നോട്ടെ വിചാരിച്ച്. ഇനി അവർ വരുമ്പോഴത്തേക്കും അപ്പു പറഞ്ഞത് ഒരു 11 മണി, ഏറിപ്പോയാൽ ഒരു 11:30 അപ്പോഴത്തേക്കും അവർ എത്തും എന്നാണ്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. നമ്മളിന്ന് നെയ്ച്ചോറും ചിക്കൻ കറി, അതായത് വറുത്തരച്ച ചിക്കൻ കറിയും സാലഡും അച്ചാറും അങ്ങനെയുള്ള ഒരു സംഭവമാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. എസ്പെഷ്യലി ഒരു കാര്യം പറയട്ടെ, ഇനിയിപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും, അയ്യോ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ചിക്കൻ കറി കൂട്ടി പോകാൻ പറ്റുമെന്ന്. മുത്തപ്പൻകാവിലേക്കില്ലേ നമുക്ക് ആർക്കും പോവാം, എങ്ങനെയും പോവാം. അതായത് നമുക്കൊരു എന്താ പറയുക, ആർക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഒരിടമാണ് പറശ്ശിനിക്കടവ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന നോൺ വെജ് കഴിച്ചിട്ട് പോവാം, അതുപോലെ ഇന്ന ജാതിക്കാർക്ക് അല്ല ഇന്ന മതസ്ഥർക്കേ പോകാൻ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എനിക്ക് എന്താ പറയുക, മുത്തപ്പൻ പറശ്ശിനിക്കടവ് എന്നൊക്കെ പറയുന്ന വല്ലാത്തൊരു ഫീൽ. ഒന്നാമത് ഞാൻ കണ്ണൂർ പഠിച്ചത് കൊണ്ടും കൂടെ ആയിരിക്കും. എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവുകയും നമുക്ക് ചെയ്ത് സ്പെഷ്യൽ ഫീലുണ്ട്, പോസിറ്റീവ് വൈബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് ഗുരുവായൂരും പോയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇളയമ്മ ഉണ്ടാക്കുന്ന പാലും വെള്ളം അത് രാവിലെ എന്താ പറയുക, നമ്മുടെ തുമ്പിമോളെ ഒരു റൊട്ടീനായി മാറിയിട്ടുണ്ട് കേട്ടോ. അതില്ലാതൊക്കെ പറ്റൂല, വേറെ ആരും ഉണ്ടാക്കി കൊടുത്താലും മുപ്പത്തേക്ക് ഇഷ്ടമല്ല. പിന്നെ അമ്മ ഇട്ട ചുരിദാർ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ അത് പറയാണ്, എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഡ്രസ്സ് എന്നൊക്കെ പറയാണ്. കട്ടവിടെ നമ്മുടെ ബെല്ലയുടെ കൂട് ക്ലീൻ ചെയ്യുന്നുണ്ട്, ബെല്ലേനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വൈശാഖേട്ടനും അല്ലൂട്ടനൊക്കെ അവിടേക്ക് എത്തിയിട്ടോ. ഇവിടെ നിന്ന് ഒരു 10-20 മിനിറ്റ്, ഒരു അരമണിക്കൂർ ആ ഒരു സമയമൊക്കെ ഉണ്ടാവുള്ളൂ. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ പൂക്കളം കേട്ടോ. അപ്പോൾ അത് കല്യാണി ഇതാ അവിടുന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ കാശിക്കുട്ടൻ ഇതാ ഇവിടെ വന്നിട്ട് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഓനെ മെല്ലെ കൊണ്ടുപോയി കുളിപ്പിക്കുകയൊക്കെ വേണം. ഇവിടുത്തെ ചായ കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുളിപ്പിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കാശിക്കുട്ടൻ മെല്ലെ എണീപ്പിച്ച് ഇതാ റൂമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും മൂപ്പരെ ഉറക്കം കണ്ട് ശരിയായിട്ടില്ല, കാരണം നൈറ്റ് ഡ്യൂട്ടി എടുത്ത് വരുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കണേ. അങ്ങനെ ഞങ്ങളിതാ കുളിപ്പിച്ചു. എനിക്ക് ഞാൻ കുളിപ്പിക്കുന്നതിൻ്റെ കൂടെ ഒരാൾ വേണം, ഒരു ധൈര്യത്തിന് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തെ അമ്മ അതാ അവന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് സോക്സൊക്കെ ഇട്ട് കൊടുത്ത് ശുന്ദര കുട്ടപ്പനാക്കുന്നുണ്ട്. ഇനി ഞാൻ പോയി ഓനെ ബ്രൂട്ടീഷൻ ചെയ്യട്ടെ. അത് എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ പാലെടുത്തോണ്ടാണ് കേട്ടോ അത് ചെയ്യാറ്. നമ്മളെ ബ്രൂട്ടീഷനൊക്കെ കഴിഞ്ഞതാ ചെക്കൻ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. താഴേക്ക് പോയി നോക്കട്ടെ, താഴെ എന്തൊക്കെ പരിപാടികളായിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അവനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് പിന്നെ അതാ ഞാനൊന്ന് കുളിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ താഴെ പോയി നോക്കട്ടെ. തുമ്പിമോളെയും കൊണ്ട് അമ്മ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. തുമ്പിമോളെയൊക്കെ കുളിപ്പിച്ച് അങ്ങനെ തുമ്പി ഇതാ റെഡി ആയിട്ടുണ്ട്. അമ്മ താഴെ പോയി ചായ കുടിക്കുന്നുണ്ട്. ഇനി ഞാനും പോയി ചായ കുടിക്കണം, എനിക്ക് വിശന്നിട്ട്
എന്നിട്ട് വയ്യാന്ന് ഇവിടെ ഇഡ്ഡലിയാണ് കേട്ടോ. രാവിലെ തന്നെയാണ് ഈ ടീ വക പരിപാടികളൊക്കെ കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു ടൈം ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നന്നായി വിശന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വേഗം പോയി കഴിക്കുകയാണ്. ഞാനാണ് ഇടയ്ക്കിടയ്ക്ക് ഏട്ടനെ വിളിച്ചു നോക്കണം കേട്ടോ, ചോറ് കൊടുത്തോ, കാരണം 7:30 ആകുമ്പോൾ ചോറൂണ് അവിടെ നടക്കും എന്നൊക്കെ ആയിരുന്നു അപ്പു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പറഞ്ഞ പോലെ ഒന്നും ആയിരുന്നില്ല നടന്നിട്ടുണ്ടായിരുന്നത്, കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വരാൻ ലേറ്റ് ആവും എന്നുള്ളത് ഏകദേശം ഒരു ധാരണ നമുക്കുണ്ടായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഏട്ടാ കയ്യാനായോ, എപ്പോൾ വരും എന്നൊക്കെ, കാരണം നമുക്ക് ഫുഡ് ഇവിടെ സെറ്റാക്കിയിട്ടൊക്കെ നിർത്തണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞ എല്ലടി ആയിട്ടില്ല, തുടങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇത്രയും ഒരു വൈകുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ വൈശാഖേട്ടനും അല്ലുവും ചോറൂണൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പവും ആര്യയുടെ അമ്മയുണ്ട്, സൂര്യയുണ്ട്, വിനീഷേട്ടനുണ്ട്, തേജു ഉണ്ട്. അപ്പോൾ അവരൊക്കെ മാളും ഉണ്ട് അവരുടെ കൂടെ. അപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ വരും കേട്ടോ. അപ്പോൾ മുന്നോടിയായിട്ട് വൈശാഖേട്ടനും അല്ലുവും വന്നിട്ടുണ്ട്. ഓളെ കൂട്ടാതെ പോയതിൻ്റെ കണക്ക് പറയലാണ് അവിടെ കേട്ടോ. അല്ലൂഷന മിണ്ടില്ല, അതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹേഷുമയ്ക്ക് ആകെ ഒരു ക്ഷീണമാണ് കേട്ടോ, കാരണം അവൾക്ക് ജലദോഷമൊക്കെയാണ്. അപ്പം അതിൻ്റെ ഒരു ക്ഷീണമൊക്കെയാണ് കുട്ടിക്കുള്ളത്. ഇവിടെ അതാ ഉണ്ണിയച്ഛൻ തുമ്പിനോട് വീഡിയോ കോൾ എന്തൊക്കെയോ വർത്താനം പറയും. ഇപ്പോൾ ആണെങ്കിൽ തുമ്പി ഫോണിലധികം വരില്ല, അതായത് വീഡിയോ കോളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വരില്ല കേട്ടോ. മുത്തപ്പൻകാവ്, പറശ്ശിനിക്കടവ്, ഒരു അബ്ബരി വല്യമ്മയ്ക്ക് താങ്ക് യു. ഹേസുമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഊരയിൽ കയറലുണ്ട് കേട്ടോ. ഓളെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ താഴെ വെക്കാന്നുള്ളത് വെറും മോഹം മാത്രമാണ്. അല്ലെങ്കിൽ പിന്നെ ഓളെ എങ്ങോട്ട് പോവും, ഓളെ മമ്മീൻ്റെ അടുത്ത്. അതാണ് അമ്മ ഒരു അമ്മക്കുട്ടിയാണ് കേട്ടോ. ഓളോളെ അമ്മേൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ടുള്ള കളികളിലാണ്. അങ്ങനെ നിങ്ങളിങ്ങനെ അടുപ്പ് കാണിച്ചിരുന്നത്. ഇന്ന് എന്തൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നല്ല അടിപൊളി നെയ്ച്ചോറും അതുപോലെ വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ സെറ്റാണ്. പക്ഷേ ഇതൊക്കെ ഞങ്ങൾ നേരത്തെ സെറ്റാക്കി, കാരണം അപ്പൂൻ്റെ വർത്താനം അങ്ങനെയായിരുന്നു. 11:30 അതിൻ്റെ അപ്പുറത്തേക്ക് പോയില്ലടി. ഞങ്ങൾ ഇതാ എത്തി ഇറങ്ങി, വലത്തേക്കാൽ വെച്ച് ഇടത്തേക്കാൽ വെച്ച് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവരെത്താൻ കുറച്ചധികം നേരം വൈകിണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വന്ന പാടും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം കലക്കി വെക്കുകയാണേ. എനിക്കിടല്ലോ ചോറൂണെന്ന് പറയുമ്പം അല്ലുവിൻ്റെ ചോറൂണൊന്നും എനിക്ക് അങ്ങനെ നടത്താനൊന്നും പറ്റില്ല. കൊറോണേൻ്റെ ടൈമായിരുന്നല്ലോ. സോ ഞങ്ങൾ ആകെ നടത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തറവാട്ടമ്പലം, അതായത് ഇപ്പം കിച്ചുട്ടന് ഫസ്റ്റ് ചോറ് കൊടുക്കില്ലേ, ഞങ്ങളെ തറവാട്ടമ്പലത്തിൽ നിന്നാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ തുമ്പിമോളതാണ് പിന്നെ നമ്മളെല്ലായിടത്തും പോയത്, അതായത് ഗുരുവായൂർ, പഴനി, മുത്തപ്പൻകാവ്, പിന്നെ പുക്കിണാത്ത് ഞങ്ങളെ തറവാട്ടമ്പലത്തിൽ, പിന്നെ ഇവിടെ വൈശാഖിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഞങ്ങൾ കല്യാണം കഴിഞ്ഞ അമ്പലമല്ലേ അവിടെ അക്കരെ അമ്പലത്തിലുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലായിടത്തും നമ്മൾ പോയി കഴിച്ചത് തുമ്പിമോളുടെ ചോറൂണാണ്. പക്ഷേ ആ സമയത്ത് അല്ലുട്ടൻ്റെയും നടത്തി. ഓക്കെ, അത് പഴനിയിലൊക്കെ വെച്ചിട്ട് അല്ലുട്ടനും ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇനിയിപ്പം കാശിക്കുട്ടന് ഓൾറെഡി നേർച്ച ഉള്ളതാണ്. മുത്തപ്പൻകാവിലേക്ക് അവൻ NICയിലൊക്കെ ആയപ്പോൾ നമ്മളെല്ലാവരും പേടിച്ച് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം പറശ്ശിനിക്കടവിലേക്കും പിന്നെ ഗുരുവായൂർ കൊണ്ടുപോകാനുണ്ട്. അങ്ങനെ കുറച്ച് അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വെള്ളമൊക്കെ കലക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷം അപ്പോഴത്തേക്കും കാശിക്കുട്ടന് എണീറ്റു കൂട്ടാ. ഇനി ഓന് പാല് കൊടുക്കണം, അതിന് വേണ്ടി വന്നതാണേ. കാശി ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങിയെന്ന് കളിയും ചിരിയൊക്കെ ആയപ്പോഴത്തേക്കും അമ്മയൊക്കെ പോയില്ലേ. അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം കേട്ടോ വിളിച്ചിട്ട്. പക്ഷെ എന്നാലും ഒരൊച്ച കേൾക്കുമ്പോഴത്തേക്കും കാശി റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ ഊരങ്ങനെ പൊക്കൂട്ടോ, എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പിന്നെ കുറച്ച് കളിയും ചിരിയൊക്കെ ഒരിടത്തുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇതാ അവിടെ അടുത്ത ആൾ പോയി വന്ന ക്ഷീണത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല, എൻ്റെ പാദസരം കുടുക്കി തന്നതാണ്. അത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ നമുക്ക് കടിക്കാതെ കൈകൊണ്ട് തന്നെ സെറ്റൊക്കെ കണ്ടോ. കളാൻ എന്ത് സാധനം നോക്കി, കടിച്ചു കഴിഞ്ഞൊന്നും നോക്കണ്ട. എന്താ ഒരു കള്ളലക്ഷണം അല്ലേ, നോക്കിക്കേ മുഖത്തൊക്കെ എന്തൊക്കെയോ ഭാവങ്ങളാണ് മിന്നി മാഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടോ. എന്താലോചിക്കുകയാണോ എന്തോ ഇനി പോയി വരുന്ന വഴിക്ക് തലയ്ക്ക് അങ്ങനെ അടി കൊണ്ടുവന്നാണ് എൻ്റെ സംശയം കേട്ടോ. ഇവിടെ ഒരാൾ കാര്യമായിട്ട് ഇതാ കുട്ടീനെ കളിപ്പിക്കേണ്ട, അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ അപകടം പറ്റി. അല്ലൂസിൻ്റെ കാലം എവിടെയോ വെച്ച് കൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ട് മൂപ്പര് അത് ഭയങ്കര സംഭവമാക്കി വരികയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് തീരെ വയ്യെങ്കിൽ നീ പറശ്ശിനിക്കടവ് പോകണ്ട അല്ലു, ഇവിടെ റെസ്റ്റ് എടുത്തോന്ന്. അപ്പോൾ എന്തായി, മൂപ്പർക്ക് അതൊന്നും പ്രശ്നമല്ല. ഇതിപ്പോൾ എന്തിനാ കരയുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. വെറും അലമ്പായുണ്ട് തുമ്പി കേട്ടോ. തുമ്പി ഇപ്പോൾ ഫുള്ള് കച്ചറയാണ്, കച്ചറ. പിന്നെ എൻ്റെ മോളല്ലേ അങ്ങനെയല്ലേ വരൂ എന്ന്. ഇനി പിന്നെ ഞാൻ വൈശാഖനെ സ്നേഹിക്കാൻ പോയത്, അപ്പോഴത്തേക്ക് വേഗം വന്നു കേട്ടോ. അത് എൻ്റെ അടുത്ത് അസൂയ കൊണ്ടല്ല, അച്ഛൻ്റെ അടുത്ത് ഞാൻ ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതാ അമ്മ ഇവിടെ എന്താ ചെയ്യുന്നത്, അമ്മ ഇവിടെ തക്കാളി വാട്ടുക. കാരണം അമ്മയ്ക്ക് നോണൊന്നും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, അമ്മ വെജ് ഓൺലി. ഓക്കെ, അതുകൊണ്ട് കട്ട പുറത്തെവിടെയോ പോയി വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്, പക്ഷേ വരേണ്ട ആൾക്കാർ ഇതിൽ എത്തിയില്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പുറത്ത് വന്ന് നോക്കും, ഇവർ വന്നോ. ഏട്ടൻ എന്താ പ്രസവിക്കാൻ കിടക്കുന്ന പോലെ കിടക്കുകയാണ് കേട്ടോ. ഏട്ടനെ ശരിയാക്കൂലായിരിക്കും.
പിന്നെ ഇതാ നമ്മൾ ചോറൊക്കെ പാത്രത്തിലാക്കി വെക്കുക വിചാരിച്ച് ഫുൾ കോമഡിയാണ്. ആദ്യം നമ്മൾ വെള്ളം കലക്കി വെക്കുന്നു, ഫുഡെല്ലാം ആക്കി വെക്കുന്നു, പിന്നെ ഞങ്ങൾ ഫുഡ് പാത്രത്തിലാക്കുന്നു. എന്നിട്ടും അവരെത്തുന്നില്ല ഗൈസ്, എത്തുന്നില്ല. കുറേ നേരം കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു നല്ല ലേറ്റ് ആയിട്ടുണ്ട്, കുറേ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് സത്യം പറയട്ടെ ഞങ്ങൾ വിശന്ന് പരിപ്പിളകുക എന്ന് പറയില്ലേ, ആ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. എവിടെ എത്തി എന്ന് വെച്ചിട്ട് 10 വട്ടമെങ്കിലും ഞാൻ അപ്പൂനെ വിളിച്ചിട്ടുണ്ടാവും കേട്ടോ. കാരണം അവർക്കിനി ഇത് കഴിഞ്ഞിട്ട് വേണം പറശ്ശിനിക്കടവ് പോകാൻ വേണ്ടിയിട്ട്. ഉച്ചയ്ക്ക് ശേഷമൊക്കെ കണ്ണൂരേക്ക് പോകാമെന്ന് പറഞ്ഞാൽ തന്നെ ഹെവി ബ്ലോക്കായിരിക്കും, നല്ല 8ൻ്റെ പണിയായിരിക്കും എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ വേഗം പോകണമല്ലോ. അപ്പോൾ ഇനി ഇവിടെ വന്നിട്ട് പെട്ടെന്ന് പോകാൻ ഇച്ചിരി നേരമെങ്കിലും ഇരിക്കണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാശിക്കുട്ടിനെ ഉറക്കി തൊട്ടിലിട്ടുണ്ട്. പിന്നെ തുമ്പിമോൾ അമ്മ ചോറ് തീറ്റിക്കാൻ കേട്ടോ. കാരണം ഇനിയിപ്പോൾ അല്ലും തുമ്പിയൊക്കെ പോകുന്നുണ്ടേ. തുമ്പിമോക്കാണെങ്കിൽ തീറ്റിക്കാന്ന് പറയുന്നത് ഓളെ കാര്യത്തിൽ വലിയൊരു ടാസ്ക്കാണ്. അപ്പോഴത്തേക്ക് ഇതാ അപ്പവും എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു ഡയലോഗ് എന്നോട് അടിച്ചതാണ്. ഇത് നമ്മളെ കിച്ചുട്ടൻ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അപ്പച്ചീൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. സൂര്യയും വിനീഷേട്ടനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തേജു കാറിൽ തന്നെ, അവനെ വിളിച്ചിട്ട് അവൻ വരുന്നില്ല. അപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടി സ്പെഷ്യൽ അല്ലുട്ടനത് അങ്ങോട്ട് പോയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളെ കിച്ചുട്ടൻ വന്നിട്ടുണ്ട്. കിച്ചുട്ടൻ ആദ്യം ഇങ്ങനെ വലിയ ഭാവങ്ങളൊന്നുമില്ല, ചിരിയൊന്നുമില്ല, ഒരു നിർവികാരതയിലാണ് മൂപ്പരിയ്ക്കുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ വന്ന് അപ്പോഴാണ് ഒരു പറയണത് അമ്പലത്തിൽ നിന്ന് നൈസായിട്ട് ഇച്ചിരി ഭക്ഷണം കഴിച്ചിരുന്നു. ഞാൻ പറഞ്ഞു വിടില്ല അവിടുന്ന് ഭക്ഷണം കഴിക്കാതെ വിടൂല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. നമ്മളാണെങ്കിൽ കഴിച്ചില്ലായിരുന്നു, അവർ വരട്ടെ എന്നുകൊണ്ട് വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ അമ്പലത്തിൽ പ്രസാദമല്ലേ, അപ്പോൾ അത് കഴിക്കാതെ വരാൻ പാടില്ലല്ലോ. അങ്ങനെ അവരവിടുന്ന് ചെറുതായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഇതാ കാശിക്കുട്ടനെ കാണാൻ വേണ്ടി പോയതാണ്. ആര്യൻ്റെ അമ്മയും സൂര്യയും എല്ലാവരും ഇപ്പോഴാണ് കാശിക്കുട്ടനെ കാണുന്നത്. പിന്നെ ആര്യയാണെങ്കിൽ അതാണ് പറയണത്, 56 വന്നപ്പോഴുള്ള മുഖമല്ല ചേച്ചി നല്ലോണം മാറിയിട്ടുണ്ട്. കുട്ടിയുടെ മുഖം അങ്ങനെയാണല്ലോ, പെട്ടെന്ന് മാറുമല്ലോ. അപ്പോൾ 56 കഴിഞ്ഞപ്പോൾ ഒരു മാസം ആവണല്ലേ ഉള്ളൂ, ഏകദേശം ആവുന്നേ ഉള്ളൂ. പക്ഷെ അപ്പോഴത്തേക്കും എനിക്കും തോന്നാറുണ്ട് കാശീൻ്റെ ഫേസ് ഒരു ചേഞ്ച് ഉണ്ടെന്ന്. പക്ഷെ നമ്മൾ എന്നും കാണുമ്പം ഉള്ള പോലെ അല്ലല്ലോ, പെട്ടെന്ന് കാണുമ്പോൾ അവർക്ക് ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുക. അങ്ങനെ ഇതാകുമ്പോളെ കിച്ചുട്ടനെ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്, അവനെങ്ങനെ ഉറപ്പിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഈ കുട്ടികളെ മണ്ണത്ത് കയറ്റുക എന്നുള്ളൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. പക്ഷെ ഇതൊരു വൃത്തിയുടെ സ്വഭാവമല്ല ഗൈസ്, അതൊരു വികാരമാണ്. അപ്പോൾ ആ ഒരു പരിപാടിയിലാണ് ഞാൻ. ഓക്കെ, അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നിന്ന് വർത്താനം, അങ്ങനെ എല്ലാവരും ഉള്ളൊരു ദിവസം കേട്ടോ, നല്ലൊരു ദിവസം. അങ്ങനെ എല്ലാവരും കൂടെ ഒരു ദിവസം അടിപൊളിയായിരുന്നു. പിന്നെ ഈ സമയത്ത് വൈശാഖേട്ടൻ അപ്പുറത്തിരുന്നിട്ട് എന്നെ ട്രോളിക്കൊണ്ടിരിക്കുക കേട്ടോ, ദൃശ്യയെ പരിചയമില്ലാത്ത പരിപാടിയൊന്നും ചെയ്യില്ലെന്ന്. കാരണം ഇന്ന പെണ്ണ് കാണാൻ ഇതുവരെ ഒരു മനുഷ്യനും വന്നിട്ടില്ല, അത് ആ മനുഷ്യൻ കാരണം തന്നെയാണ് എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ എന്നെ അങ്ങനെ പറയാൻ പാടുണ്ടോ നിങ്ങൾ പറ. അങ്ങനെ ഒരു മനുഷ്യനും പെണ്ണ് കാണാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. പെണ്ണ് കാണാൻ ഒരാൾ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ അച്ഛനോട് അച്ഛാ എനിക്കൊരാൾ ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞു. അച്ഛനോട് ചോദിച്ചതാട്ടോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞു. അപ്പോൾ അപ്പു എന്നെ സപ്പോർട്ട്, ആരെയുണ്ടേ പറഞ്ഞോ കേട്ടോടി, നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടേ പറഞ്ഞോ, അച്ഛൻ ചോദിച്ചതല്ലേ എന്നൊക്കെ ഒരു തുറപ്പ് ഓനും ഇട്ട് തന്നപ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞു. അപ്പോൾ അങ്ങ് സെറ്റായിട്ടോ. പിന്നെ ഇതാ കാശിക്കുട്ടനെ സൂര്യ വിനീഷേട്ടനൊക്കെ എടുത്ത് നോക്കുന്നതിന് വിനീഷേട്ടൻ കഴുത്തുറക്കാത്തതിന് ഞാൻ എടുക്കുന്നില്ല, ടാസ്ക്കാണ്. ഇപ്പം തന്നെ കിച്ചുട്ടനെ കുറച്ചായിട്ട് ഇങ്ങനെ എടുത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ കാശിയാണെങ്കിൽ നല്ല ഉറക്കത്തിൻ്റെ ഒരു മൂഡിലാണ് കേട്ടോ. അങ്ങനെ ഉഴിഞ്ഞു കൊടുത്താൽ മൂപ്പര് അടങ്ങനെ കിടന്നോളും. കൈ കിടക്കണ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ എടുത്ത് എത്ര നേരം വേണമെങ്കിലും ഒരു ഇരുന്നോളും. പിന്നെ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ടും കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ ഇതാ ഫുഡ് കഴിക്കണം അത്രേ അവർക്ക്. അപ്പോൾ ഫുഡ് കഴിക്കണോ, ഞങ്ങൾ അവിടുന്ന് കഴിച്ചതാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളെ മാറ്റി എടുക്കായിരുന്നു കേട്ടോ. കാരണം കുട്ടികൾ കുറേ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഓളിങ്ങനെ പൊറപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോഴാണ് ഓളെ കാണുന്നത്. അങ്ങോട്ട് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലല്ലോ. നമ്മളിതാ ഫുഡൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ നമ്മളെ തൊട്ട് മുന്നിലൊരു കടയുള്ളത് ഞാൻ കഴിഞ്ഞ വ്ളോഗ് പറഞ്ഞില്ലേ, ആ കടയിൽ പോയിട്ട് അതിനെന്താ പറയുക, അൽഫാമിൻ്റെ പീസില്ലേ, അതും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കട്ടെ. ഉഷമ്മ പശുവിനെ കറക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇവർ കയറി വന്നപ്പോൾ തന്നെ അമ്മയുടെ എല്ലായിരുന്നു. അപ്പോൾ പിന്നെ അമ്മ വന്നിട്ട് അമ്മ എല്ലാവരോടും വർത്താനൊക്കെ പറയാണ്. ഞാനിത് അവിടെ കിച്ചുട്ടണ മണ്ണത്ത് കയറ്റുകയാണ് കേട്ടോ.
പിന്നെ ഇതെല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. ആര്യയുടെ അച്ഛൻ വന്നിട്ടില്ല, അച്ഛന് കാലിന് വയ്യല്ലോ, അതുകൊണ്ട് പിന്നെ അത്രയും ദൂരം യാത്ര ചെയ്യേണ്ടാറുണ്ട്. അച്ഛൻ വന്നില്ല. ഉണ്ണിയച്ഛനും വന്നിട്ടുണ്ടായില്ല. ഉണ്ണിയച്ഛന് മൂന്നാറിൽ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ അങ്ങനെ അടുപ്പിച്ച് ലീവ് എടുക്കുന്നത് മോശമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഉണ്ണിയച്ഛനും വരാൻ പറ്റിയില്ല കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവില്ലേ, ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞത് ആര്യ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ വൈശാഖേട്ടനും ഒരു ക്ലിപ്പ് എടുത്തു തന്നു, ആര്യയും ഒരു ക്ലിപ്പ് എടുത്തു തന്നു. ആരെടുത്ത് തന്നാലും ഞാൻ പോസ്റ്റും അല്ല പിന്നെ. അങ്ങനെ അപ്പച്ചി അവനെ ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അല്ലേ, പക്ഷേ എന്നാലും ചെറുതായിട്ട് പാളിപ്പോയും. കുറച്ച് നേരമൊക്കെ അങ്ങനെ ഭയങ്കര ജാടയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സൂര്യനെ കാണുമ്പോൾ ഭയങ്കര ചിരി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ഓളിക്ക് ചിരിപ്പിച്ചു തന്നിട്ട് കുറച്ച് നേരം. ഇവൻ അവിടെ ആയതുകൊണ്ട് ഇവൻ അധികം എനിക്ക് കയ്യിലേക്ക് കിട്ടാറില്ല. പക്ഷെ എന്നാലും വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനിങ്ങനെ തലയാട്ടി സംസാരിക്കുമ്പോൾ നന്നായി ചിരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമുക്ക് എപ്പോഴും ഇങ്ങനെ കയ്യിൽ കിട്ടില്ലല്ലോ. ഇപ്പം ഇങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളും. അതായത് ഞങ്ങൾ അമ്മ വീട് പറഞ്ഞാൽ വയനാടാണല്ലോ. അപ്പോൾ അമ്മമ്മേൻ്റെ അടുത്ത് ഞങ്ങൾ പോവുക കൊല്ലത്തിലാണ്. കൊല്ലത്തിൽ എല്ലാ വെക്കേഷനും പോകും. ഞാനൊക്കെ ആണെങ്കിൽ അവിടെ പോയി നിൽക്കാറാണ് കേട്ടോ, അമ്മമ്മേൻ്റെ അമ്മച്ചൻ്റെ അടുത്ത്. അപ്പം എനിക്ക് ആ ഒരു ഫീലാണ്, ലൈക്ക് ഇവനെ എപ്പോഴും കിട്ടൂല, അപ്പോൾ വല്ലപ്പോഴും കിട്ടുമ്പോൾ വല്ലാത്തൊരു ഇതായിരിക്കും കേട്ടോ. ഞങ്ങളവിടെ ചെല്ലുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. വല്ലപ്പോഴും കിട്ടുമ്പോൾ അമ്മമ്മയ്ക്ക് അമ്മച്ചനൊക്കെ എന്തോ ഒരു ഭയങ്കര സ്വർഗം കിട്ടിയ ഫീലായിരിക്കും ഞങ്ങളവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനത്തെ സൂര്യ വന്നിട്ട് അവനെ കളിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചില നേരം ഓൻ നമുക്ക് അറ്റൻഷൻ തരുന്നുണ്ട്, ചില നേരം ഓൻ്റെതായ ഏതോ ലോകത്താണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമുക്ക് അമ്പലത്തിൽ അവർക്ക് എന്തോ ഒരു ഇതുണ്ടായിരുന്നു, ചടങ്ങുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കയ്യിലെ വളയൊക്കെ ചെക്കൻ ഊരി വെച്ചത്. അപ്പോൾ കയ്യിൽ വളയിടാതെ നിൽക്കുമ്പോൾ എന്തോ പോലെയാണ് അല്ലേ. എനിക്ക് കരിവള അങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം കിച്ചൂട്ടനെ വളയൊക്കെ ഊരി വെച്ചത് അതുകൊണ്ടാണ്. അങ്ങനെ കിച്ചൂട്ടൻ വലിയമേനെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് ഒപ്പിക്കുന്നുണ്ട്. മൂപ്പര് മുടി പിടിച്ച് വലിക്കുന്നുണ്ട്, അടിക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം കുറച്ച് അടിയൊക്കെ കിട്ടി, മുടിയൊക്കെ പിടിച്ച് വലിച്ച്. പക്ഷെ ഓനും എൻ്റെ അടുത്ത് കിട്ടിയിരുന്നു. ഞാൻ കുറേ ഉമ്മ വെച്ച് ഓനെ മണത്ത് കയറ്റി അങ്ങനെയൊക്കെ. പക്ഷെ എന്നാലും ഓൻ്റെ ചോറുകൊണ്ട് പോകാൻ പറ്റാത്തൊരു സങ്കടം കേട്ടോ. പിന്നെ ചിലയിടത്തൊക്കെ പോകും തോന്നുന്നു അല്ലേ, 6 മാസം ആവുമെന്ന് വേണ്ട, കുട്ടികളെ കയറ്റാഞ്ഞാൽ മതി, നമ്മൾ അമ്മമാർക്ക് പോവാം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ മക്കളെ ചോറുണ്ട്, 6 മാസമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ചോറൂണ് കഴിഞ്ഞാൽ മാത്രമേ അമ്മയ്ക്കും അമ്പലത്തിൽ പോകാൻ പറ്റുള്ളൂ. പുറത്തുനിന്ന് ഹേസുവിന് ചോറ് കൊടുക്കുന്നുണ്ട് ആസ് യൂഷ്വൽ. ഓളെ ഏട്ടൻ കളിപ്പിക്കുന്നുണ്ട് അവിടുന്ന്. സെക്കൻഡ് ട്രിപ്പുള്ള ആൾക്കാർ ഇരിക്കുകയാണ്. ഇനി ഇവരൊക്കെ കഴിച്ചിട്ട് വേണം ഇവർക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് അവരും എല്ലാം ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. കാശിക്കുട്ടാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എടുക്കേണ്ട വിചാരിച്ചു, ഞാൻ അത് അങ്ങടേക്ക് പോവാണ്. ഇവരെല്ലാവരും ഇറങ്ങുകയാണ് കേട്ടോ. ഇനി വൈശാഖേട്ടനും 2 കാറിലായിട്ടാണ് പോണത്. വൈശാഖേട്ടനും വിനീഷേട്ടനും തേജു അല്ലും ഒക്കെ മറ്റേ വണ്ടിയിലും, ഇവരെല്ലാവരും ഈ വണ്ടിയിലുമാണ് കേട്ടോ. അങ്ങനെ ഒരു ടാറ്റ ബേബി പറഞ്ഞ് പോവാണ്. പക്ഷേ ഹേസുവിനാകെ സങ്കടമായത്, ഓളെ ഏട്ടൻ പോവാണ്, അല്ലു പോവാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ കാശിക്കുട്ടിനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാവരുടെ അടുത്തും ടാറ്റയൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. തുമ്പിക്ക് യാതൊരു സങ്കടവുമില്ല, ഓളെ ട്രിപ്പ് അടിച്ച് പോകുന്ന പോലെ സന്തോഷിച്ച് ടാറ്റയൊക്കെ തന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വൈശാഖേട്ടനും കൂടെ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പറയാം മക്കൾക്ക് സ്നാക്സ് ഒന്നും ഞങ്ങൾ എടുത്ത് വെച്ചിട്ടില്ല, അപ്പോൾ എന്തെങ്കിലും പോണ വഴിക്ക് സ്നാക്സൊക്കെ വാങ്ങിച്ച് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് ഏട്ടൻ പറയുന്നത്, ഒന്നും പേടിക്കണ്ട, അവിടെ കണ്ട കുറച്ച് സ്നാക്സ് ഒക്കെ ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. അയ്യോ അപ്പോൾ ഞാൻ കല്യാണം ദൈവമേ ഞങ്ങൾ കഴിക്കണം എന്ന് പറഞ്ഞ് വെച്ച സാധനമാണിത്, അതും എടുത്തിട്ട് ഏട്ടൻ പോണം. പിന്നെ ഹേസുവിനാകെ സങ്കടം, അല്ലു പോയി ഇതന്നെ പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ. കുട്ടിക്ക് അത് ആകെ സങ്കടം. അങ്ങനെ അവർ 2 കൂട്ടരും പോയിട്ടുണ്ട് പറശ്ശിനിയിലേക്ക്. ബൈ ദ ബേ ഓരൊക്കെ പോയപ്പോഴാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത്, അയ്യോ നമ്മൾ ഫുഡ് കഴിച്ചില്ലല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ച്. പിന്നെ കാശിക്കുട്ടിന് നല്ല ഉറക്കമായി, ഓനോടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാനും ഓൻ്റെ കൂടെ കിടന്ന് ചെറുതായിട്ടൊരു മയക്കൊക്കെ മയങ്ങി എണീറ്റു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യാന്ന് പറഞ്ഞ് നിൽക്കുക, അവരാരും ഇല്ലാണ്ട് എന്തോ പോലെ. ഇതാണ് സൂര്യ കൊണ്ടുവന്ന ഡ്രസ്സ് ഇട്ടോ, സൂര്യയും അമ്മയൊക്കെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ അൺബോക്സ് ചെയ്തതാണ് കേട്ടോ. എനിക്ക് പിന്നെ ആ പ്രാന്തുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ആകെ എന്തോ ഒരു സ്റ്റേഷൻ കിട്ടാത്ത അവസ്ഥയായിരുന്നു. സംഭവം അല്ലും തുമ്പിയും വൈശാഖനൊക്കെ ഉണ്ടെങ്കിൽ ഒച്ചപ്പാടാണ്. ഞാൻ ഇങ്ങനെ ഒച്ചട്ടോണ്ടിരിക്കട്ടോ, അത് ചെയ്യ് അല്ലു ഇങ്ങനെ ആക്കല്ലേ, തുമ്പി ഇങ്ങനെ ആക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഓരങ്ങ് പോയപ്പോഴല്ലേ ആകെ മൊത്തത്തിലൊരു ശോകാവസ്ഥയായിരുന്നേ. ഞാനും കാശിക്കുട്ടനും പിന്നെ കല്യാണിയും കട്ടയും ഹേസും ഉണ്ട് കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ അവിടെ അടുത്ത് പോയിരുന്ന്, പിന്നെ നമ്മൾ താഴത്ത് നിന്ന് വർത്താനം പറഞ്ഞു ഒക്കെ കഴിഞ്ഞിട്ട് അറ്റ് ലാസ്റ്റ് നമ്മൾ റൂമിലേക്ക് വരുമല്ലോ, അപ്പോൾ വല്ലാത്തൊരു സൈലൻസ് ഫീൽ ചെയ്യുക. പിന്നെ ഇന്ന് രാത്രി നമ്മൾ എന്ത് ചെയ്യും എന്നറിയില്ല, കാരണം ഈ ചെക്കനും ഞാനും മാത്രമാണേ. അമ്മടെ കാച്ചിയാണത് ആനോറ്റി ആനോ പൊന്നു പണിയാനോ പൊന്നാനോ ആനോ തുന്തരാ അമ്മ ഇത് തുന്തരനെവിതേ ഓ കാച്ചി പൊന്നേ
പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇതാ വൈശാഖേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരവിടെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. നമ്മൾ പറശ്ശിനിക്കടവ് പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പിറ്റേന്നാണ് ചോറൂണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും തലേന്ന് രാത്രി അല്ലെങ്കിൽ പറശ്ശിനിയിൽ പോയിട്ട് രാത്രി സമയത്ത് ഈ സ്ഥലത്തൂടെ ഇങ്ങനെ നടക്കണം. വല്ലാത്തൊരു പ്രത്യേക തരം തണുപ്പും ഒരു പോസിറ്റീവ് എനർജിയും ഒക്കെയാണ് കേട്ടോ. പിന്നെ അല്ലോനെയും തുമ്പീനെയും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുതിരയ്ക്കൊക്കെ ലാട കിട്ടില്ല, ലാട എന്നുള്ളതിന് പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് തിരിയാതിരിക്കാനുള്ള സാധനം, അന്ത സാധനം വെച്ചിട്ട് വേണം നമ്മൾ നടക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആധാരം അവിടെ കൊണ്ടുപോയി പണയം വെക്കേണ്ടി വരും. കാരണം അപ്പുറത്ത് നോക്കുമ്പോൾ ഹായ് ബോള്, അമ്മേ വള, അമ്മേ പാവക്കുട്ടിയും അല്ലേ അച്ഛാ കാറ് എന്നും പറഞ്ഞിട്ട് ഇവരങ്ങ് തുടങ്ങൂട്ടോ. എൻ്റെ പൊന്നെ, അതിലും നല്ലത് നമ്മൾ പകല് ഇവരെ അവിടെ എവിടെയും കാണിക്കാതെ ഉള്ളോട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അങ്ങനെ കുറച്ച് നേരം ഞാൻ അവരെ വിട്ട് വീഡിയോ കോളൊക്കെ ചെയ്ത് ഞങ്ങളിങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ എൻ്റെ അടുത്ത് കിടന്ന ചെങ്ങായിനെ കാണുന്നില്ല. നോക്കുമ്പോൾ അതാ ചെരിഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ട്. ഈ ബീറ്റ ജനറേഷൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 90% ഒക്കെ ഒരു 90% കാശി ഇങ്ങനെയാണല്ലോ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ചില റീൽസ് കാണുമ്പോൾ 100% അങ്ങനെയാന്ന് തോന്നിപ്പോകും കേട്ടോ. കാരണം ഇവർ ഓവറായിട്ട് കുറേ എക്കിട്ടിടും, കുറേ പാൽ കുടിക്കും. അതായത് അവരെ വയററിയാതെ അവർ പാൽ കുടിക്കും. പിന്നെന്താ എല്ലാം കുറച്ചൊന്ന് ഫാസ്റ്റാണ്. പിന്നെ രാത്രി ഉറക്കത്തിലൊക്കെ ഞെളിഞ്ഞ് പിരിഞ്ഞ് നമ്മളെ ഉറക്കം കളയുന്നാലോ ഓര് നന്നായിട്ട് ഉറങ്ങുന്നുണ്ടാവും. പിന്നെ അങ്ങനെ അങ്ങനെ ഒരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അതുപോലെ ഇവർ ഇത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ കാശിക്കാണെങ്കിൽ 2.5 മാസമായിട്ടല്ലേ ഉള്ളൂ, 3 ആയിട്ടില്ല. ഇപ്പോൾ 25-ാം തീയതി ആകുമ്പോൾ 3 ആവും. 3 മാസം ആവാനായി. അപ്പോഴത്തേക്കും ഇതവൻ ചെരിയാനും കമിഴാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാനങ്ങനെ ഇവൻ കമിഴുന്ന വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈശാട്ടൻ വീഡിയോ കോൾ ചെയ്യണോ, വീഡിയോ എടുക്കണോ, എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. പിന്നെ ഞാൻ വീഡിയോ എടുക്കാം, ഏട്ടനെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ പിന്നെ അതും ബുദ്ധിമുട്ടാണ്. അവിടെയാണ് റേഞ്ചും ഇല്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇവ അങ്ങനെ കമിഴുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. മൂപ്പർ എപ്പോഴാണ് കമിഴുന്ന്, കുറേ നേരമായിട്ടും കമിഴുന്നൊന്നും കാണാഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അല്ല പിന്നെ മനുഷ്യനെ പറ്റിക്കാനാണോ ഇത്രയും നേരം ഇതിങ്ങനെ പിടിച്ച് നിൽക്കുന്നത്, എന്നെ കൊണ്ടാവുന്നില്ല എന്ന് പറഞ്ഞ് ഞാനത് സ്റ്റോപ്പ് ചെയ്ത് വീഡിയോ എടുക്കണം. സ്റ്റോപ്പ് ചെയ്തപ്പോൾ കറക്റ്റ് ടൈമിന് മൂപ്പർ എന്ത് ചെയ്ത് കമിഴുകയും ചെയ്ത്. അതെങ്ങനെയോ കറക്റ്റ് മനസ്സിലാക്കി എനിക്കറിയില്ല. ഓനെ വയറ്റിലുള്ള സമയത്താണെങ്കിൽ അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ ചവിട്ടുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഓൺ ആക്കിയാൽ അവൻ ചവിട്ടില്ല, ഇനി ക്യാമറ ഓഫാക്കിയാൽ അവൻ ചവിട്ടും, വീണ്ടും ക്യാമറ ഓൺ ആക്കിയാൽ അവൻ ചവിട്ടില്ല. ഞാൻ ചോദിക്കും എൻ്റെ കൈ ക്യാമറ ഉള്ള ഈ അറിയുന്നുണ്ടോയെന്ന്. അതില്ലാത്ത സമയം ഉണ്ടാവില്ല, എന്നാലും കറക്റ്റ് ആ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഓൺ ആക്കുമ്പോഴത്തേക്കും അവനത് ചെയ്യൂല. അതുപോലെ തന്നെയായിരുന്നു തവണയും കമിഴുന്നപ്പോഴും ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോഴത്തേക്കും മൂപ്പര് ഞാൻ ഓഫാക്കിയ തക്കത്തിന് കമന്ന് കളഞ്ഞിട്ടോ. പക്ഷെ എന്നാലും ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ വൈശേട്ടൻ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു, പൊന്നുമണിയേ ഉറക്കത്തിലൊന്നും ഇങ്ങനെ കമിഴല്ലേടാ, അമ്മച്ചു പേടിയാകുവാടാ. അയ്യോ അയ്യോ കൈ കുടിക്കുന്നത് പാവം, ഒന്നും കുടിക്കാൻ കിട്ടാത്തോണോ. ആ എങ്കി അമ്മേ, ഓ ശ്രദ്ധിക്ക് മതി മതി നമ്മുടെ പൊന്നേ. ഓ മതിയേടാ. പണ്ടുള്ളവർ പറയാറില്ലേ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലാന്ന്. ഇത് കൂട്ടാണ്. വൈശാട്ടനുള്ള സമയത്ത് ഇതൊക്കെ എൻ്റെ ഒരു കംഫർട്ട് സോണാണ് ആക്ച്വലി. രാത്രി ഇവന് പാലൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഏട്ടൻ കയ്യിൽ വെച്ച് ഉറക്കിയിട്ട് എൻ്റെ അടുത്ത് കൊണ്ട് കിടത്തുകയാണ് ചെയ്യാറ് കേട്ടോ. പക്ഷേ ഇന്ന് ഏട്ടനില്ല, അല്ലുമില്ല, തുമ്പിയില്ല. ആക്ച്വലി ഭയങ്കര ലോൺലിനെസ് ആയിട്ട് ഫീൽ ചെയ്തു. നമ്മൾ അവരുള്ള സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ചെയ്യാതിരുന്നപ്പോൾ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ കട്ട വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ലോക്ക് തുറക്കാൻ പറ്റില്ല ഓനെടുത്തിട്ട്. അപ്പോൾ ലോക്ക് തുറന്നു കൊടുത്തു. അപ്പോൾ അതാവും വെള്ളം കൊണ്ട് തരികയാണ് കേട്ടോ. പിന്നെ കട്ടയും കല്യാണി തൊട്ടപ്പുറത്ത് തന്നെ റൂമിലുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോട്ടോ എന്ന്. പക്ഷേ ഹേസും കണക്കാണ്, ഹേസുവിനെയും വെച്ചിട്ടാണ് കല്യാണിയും കിടക്കണം. അപ്പോൾ ബുദ്ധിമുട്ടാക്കരുതല്ലോ. അപ്പോൾ ഞാൻ ഇവനെ കുറേ നേരമൊക്കെ എടുത്തുകൊണ്ട് നടന്നു. പിന്നെ അവനെ ഉറക്കാൻ നോക്കി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ മൂപ്പരൊന്ന് ഉറങ്ങിയത് കേട്ടോ. ഓനതൊരു ശീലമായിരുന്നു. കാരണം ഞാൻ പാല് കൊടുത്ത് ഉറക്കി ശീലിപ്പിക്കാറില്ല. അപ്പോൾ പാല് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഏട്ടനടുത്ത് കൊടുത്ത് ഏട്ടൻ ഓനെ റാപ്പ് ചെയ്ത് ഓനെയും വെച്ചുകൊണ്ട് അങ്ങനെയാണ് നിൽക്കാറ് കേട്ടോ. പക്ഷേ ഇത് ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ട് ഓൻ ആദ്യമൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കയ്യിൽ വെച്ച് ഇങ്ങനെ ആട്ടി നോക്കിയപ്പം ചെറുതായിട്ടൊന്ന് ഉറങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ ഓനെ കൊണ്ടുവന്ന് കിടത്തി. രാത്രി പാലൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അവനൊന്ന് വോമിറ്റ് ചെയ്തു പുലർച്ചെ ആകുമ്പോഴാണ് കേട്ടോ. പക്ഷെ മൂക്കുകൂടിയൊക്കെ വന്നപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്.